ചെർണോബിൽ ആണവ ദുരന്തത്തെപ്പറ്റി കേട്ടിട്ടില്ലാത്തവർ അധികമുണ്ടാകില്ല. സിനിമകൾക്കും വെബ് സീരീസുകൾക്കുമൊക്കെ വിഷയമായതാണ് ചെർണോബിൽ ദുരന്തം. ഇന്നിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ദുരന്തത്തെപ്പറ്റിയല്ല, അതിനുശേഷം അവിടെ സംഭവിച്ച അത്ഭുതകരമായൊരു പരിവർത്തനത്തിൻ്റെ ഈ അടുത്ത് പുറത്തു വന്നിട്ടുള്ളൊരു പഠന റിപ്പോർട്ടിനെ പറ്റിയാണ്. എന്നാൽ കുറച്ച് ആളുകളെങ്കിലും ഇതേപ്പറ്റി അറിയാത്തവരായി ഉണ്ടാവും. അതുകൊണ്ട് എന്താണ് ചെർണോബിൽ ദുരന്തമെന്നും എങ്ങനെയാണത് സംഭവിച്ചതെന്നും ചെറുതായിട്ടൊന്ന് പറയേണ്ടതുണ്ട്. എന്നിട്ട് എന്താണ് ആ അത്ഭുതം എന്ന കാര്യത്തിലേക്ക് വരാം. നമസ്കാരം. ലോകായനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചരിത്രത്തിലെ ഏറ്റവും വലിയ ആണവോർജ ദുരന്തമാണ് ചെർണോബിൽ ന്യൂക്ലിയർ ദുരന്തം. 1986 ഏപ്രിൽ 26 രാത്രി 1 മണിക്കൂർ 20 മിനിറ്റ് കഴിഞ്ഞ് 40 സെക്കൻഡിലാണ് ഭീകരമായ ആ അപകടം സംഭവിച്ചത്. മുമ്പ് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നതും എന്നാൽ ഇപ്പോൾ യുക്രൈനിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നതുമായ പ്രിപ്യാറ്റ് എന്ന പ്രദേശത്തെ ചെർണോബിൽ ആണവോർജ പ്ലാന്റിലെ 4ാം നമ്പർ റിയാക്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത്. റഷ്യൻ തനത് സാങ്കേതിക വിദ്യയാൽ വികസിപ്പിച്ച ലൈറ്റ് വാട്ടർ ഗ്രാഫൈറ്റ് മോഡറേറ്റഡ് റിയാക്ടറുകളുടെ വിഭാഗത്തിൽപ്പെടുന്ന റിയാക്ടറാണ് അപകടത്തിൽപ്പെട്ടത്. ചെർണോബിൽ ആണവ നിലയത്തിലെ 4ാം നമ്പർ റിയാക്ടറിൽ സംഭവിച്ച സുരക്ഷാ പിഴവ് പരിഹരിക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾക്കിടയിലാണ് അപകടം സംഭവിച്ചത്. റിയാക്ടർ എമർജൻസി ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഇന്ധന അറയിലെ ചൂട് കുറയ്ക്കാനായി വെള്ളം പമ്പ് ചെയ്യണം. ഇതിനായി വെള്ളം പമ്പ് ചെയ്യുന്ന എമർജൻസി പമ്പുകൾക്ക് പവർ നൽകുന്ന ജനറേറ്ററുകൾ അതിൻ്റെ മുഴുവൻ കപ്പാസിറ്റിയിൽ എത്താൻ ഏതാണ്ട് 1.5 മിനിറ്റ് സമയം എടുക്കുന്നു എന്നത് കണ്ടെത്തി അത് പരമാവധി 30 സെക്കൻഡിനകത്ത് സംഭവിപ്പിക്കാനുള്ള പരീക്ഷണങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ഇതിനായിട്ട് റിയാക്ടറിൻ്റെ പവർ 700 മെഗാവാട്ടിലേക്ക് കുറച്ച് കൊണ്ടുവരികയും സേഫ്റ്റി അലാമുകളും ഓട്ടോമാറ്റിക് ഷട്ട് ഡൗണും ഒക്കെ ഡിസേബിൾ ചെയ്ത് മാനുവൽ കൺട്രോൾ സിസ്റ്റത്തിൽ റിയാക്ടർ പ്രവർത്തിപ്പിക്കുകയുമായിരുന്നു. പവർ 700 മെഗാവാട്ടിലേക്ക് കുറച്ച് കൊണ്ടുവരുന്നതിനിടെ അപ്രതീക്ഷിതമായി റിയാക്ടർ പോയ്സണിങ് സംഭവിക്കുകയും റിയാക്ടറിൻ്റെ പവർ 30 മെഗാവാട്ടായി കുറയുകയും ചെയ്തു. ലോ പവർ കട്ട് ഓഫ് സർക്യൂട്ട് സിസ്റ്റം ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുന്നതിനാൽ അത് പ്രവർത്തിച്ചില്ല. റിയാക്ടർ പവർ 700 മെഗാവാട്ടിൽ കുറഞ്ഞാൽ റിയാക്ടർ അസ്ഥിരാവസ്ഥയിലാകുമെന്നും കുറഞ്ഞ ഊർജ്ജ നിലയിൽ പ്രവർത്തിപ്പിക്കുന്നത് അപകടമാണെന്നും അതിൻ്റെ സുരക്ഷാ മാനുവലിൽ പറഞ്ഞിരിക്കുന്നതിനാൽ പവർ 700 മെഗാവാട്ടിലേക്ക് ഉയർത്താനായി കൺട്രോൾ റോഡുകൾ മാനുവലായി ഉയർത്താൻ ശ്രമിച്ചു. ഇതിനെ തുടർന്ന് പവർ 200 മെഗാവാട്ടായി ഉയർന്നു. പവർ കൂടുതലായി ഉയർത്താനുള്ള ശ്രമങ്ങൾ വിജയിച്ചുമില്ല. പരീക്ഷണം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നതിന് പകരം 700 മെഗാവാട്ട് പവറിൽ നടത്താനിരുന്ന പരീക്ഷണം 200 മെഗാവാട്ടിൽ തന്നെ തുടരാൻ മേലധികാരികൾ തീരുമാനിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് ടർബൈനിലേക്കുള്ള നീരാവിയുടെ പ്രവാഹം നിർത്തിവെച്ചു. നീരാവി നിർത്തിയാലും കുറച്ചു നേരം ടർബൈനുകൾ കറങ്ങും. ഇങ്ങനെ ടർബൈൻ കറങ്ങുമ്പോൾ ആ ഊർജം 1 മിനിറ്റ് നേരത്തേക്ക് കൂളൻ്റ് പമ്പുകൾ പ്രവർത്തിപ്പിക്കാൻ മതിയാകുമോ എന്ന് കണ്ടെത്തലായിരുന്നു പ്രധാന പരീക്ഷണ ലക്ഷ്യം. 200 മെഗാവാട്ടിൽ തികഞ്ഞ അസ്ഥിരാവസ്ഥയിലുള്ള റിയാക്ടറിൻ്റെ പവർ ലെവൽ കൂട്ടുന്നതിനിടയിൽ ടർബൈനുകളുടെ വേഗത കുറഞ്ഞതോടെ കൂളൻ്റ് പമ്പുകളുടെ പമ്പിംഗ് ശേഷി കുറഞ്ഞു. റിയാക്ടറിനകത്തേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന ജലത്തിൻ്റെ അളവും ഇതോടൊപ്പം കുറഞ്ഞു. ഇത് റിയാക്ടറിനകത്തെ ചൂട് വർദ്ധിപ്പിച്ചു. ചൂട് കൂടിയതോടെ റിയാക്ടറിനകത്തെ ജലം കൂടുതലായി നീരാവിയായി മാറാൻ തുടങ്ങി. റിയാക്ടറിനകത്തെ നീരാവിയുടെ അളവ് കൂടിയതോടെ റിയാക്ടറിൻ്റെ ന്യൂട്രോൺ ആഗിരണ ശേഷി കുറയുകയും കൂടുതൽ ന്യൂട്രോണുകൾ ഫിഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകാൻ തുടങ്ങുകയും ചെയ്തു. സെക്കൻഡുകൾക്കകം ഈ ചാക്രിക പ്രതിഭാസം മൂലം കൂടുതൽ പവർ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും പവർ ക്രമാനുഗതമായി ഉയരുകയും ചെയ്തു. ഇത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല.
റിയാക്ടറിൻ്റെ ശരാശരി പ്രവർത്തനശേഷിയായ 3000 മെഗാവാട്ടും കഴിഞ്ഞ് പവർ ഉയർന്ന് 3 സെക്കൻഡുകൾക്കകം അത് 10,000 മെഗാവാട്ടിലെത്തി. നീരാവിയുടെ സമ്മർദ്ദം താങ്ങാനാകാതെ ഉന്നത മർദ്ദത്തിൽ റിയാക്ടർ കോർ പൊട്ടിത്തെറിച്ചു. ഉന്നത ഊഷ്മാവിൽ രൂപപ്പെടുന്ന ഹൈഡ്രജൻ തീപിടിച്ച് 3 സെക്കൻഡുകൾക്കകം രണ്ടാമത്തെ പൊട്ടിത്തെറിയും സംഭവിച്ചു. റിയാക്ടറിൻ്റെ ഉരുക്ക് കവചങ്ങൾ തകർന്ന് ടൺ കണക്കിന് റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ അന്തരീക്ഷത്തിലെത്തി. 100 ഹിരോഷിമകൾക്ക് തുല്യമായ സ്ഫോടനമാണെന്നറിയാതെ എമർജൻസി ടാങ്കിൽ സംഭവിച്ച സ്ഫോടനമാണെന്ന് തെറ്റിദ്ധരിച്ച് റിയാക്ടർ സുരക്ഷിതമാണെന്ന് പ്രഖ്യാപിച്ച് അനുവദനീയമായതിലും അധിക റേഡിയേഷൻ ഏറ്റുകൊണ്ട് അവർ അഗ്നിശമന പ്രവർത്തനങ്ങൾ നടത്തി. പിന്നീട് ആണവ സ്ഫോടനമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ റേഡിയോ ആക്റ്റീവ് വികിരണങ്ങളെ തടയുന്ന 5000 ടണ്ണോളം ബോറോൺ, ഡോളോമൈറ്റ്, മണൽ, ലെഡ് സംയുക്തങ്ങൾ സൈനിക ഹെലികോപ്റ്ററുടെ സഹായത്താൽ റിയാക്ടറിന് മുകളിലേക്ക് ചൊരിഞ്ഞു. റിയാക്ടർ നിലനിന്നിരുന്ന പ്രിപ്യാറ്റ് നഗരം റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളാൽ പൂർണ്ണമായി മലിനീകരിക്കപ്പെട്ടിരുന്നു. റേഡിയേഷൻ തോത് അതിഭീകരമായ തോതിൽ വർദ്ധിച്ചതിനാൽ റിയാക്ടറിന് 30 കിലോമീറ്റർ പരിധിയിലുള്ള എല്ലാവരെയും ഒഴിപ്പിച്ചു. ചെർണോബിൽ എക്സ്ക്ലൂഷൻ സോൺ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇതാണ് ചെർണോബിൽ ആണവ ദുരന്തത്തിൻ്റെ കഥ. ദുരന്തത്തിന് വർഷങ്ങൾക്കിപ്പുറം അവിടെ സംഭവിച്ച അത്ഭുതത്തെപ്പറ്റിയാണ് ഇനി പറയുന്നത്. ചെർണോബിലിലെ നായ്ക്കൾക്ക് വിചിത്രമായ എന്തോ ഒന്ന് സംഭവിക്കുന്നു. അവയുടെ DNA അവിശ്വസനീയമായ നിരക്കിൽ മാറിക്കൊണ്ടിരിക്കുന്നു. മുമ്പ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മ്യൂട്ടേഷനുകൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. റേഡിയേഷൻ അവയുടെ പരിണാമത്തെ പുനർനിർമ്മിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അനുരൂപീകരണത്തെക്കുറിച്ച് നമുക്കറിയാവുന്ന എല്ലാറ്റിനെയും വെല്ലുവിളിക്കുന്ന അനന്തരഫലങ്ങളോടെ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ വികസിക്കുന്ന ഒരു പ്രക്രിയയിലേക്കാണ് സൂചനകൾ വിരൽ ചൂണ്ടുന്നത്. ചെർണോബിൽ എക്സ്ക്ലൂഷൻ സോൺ വളരെ കാലമായി ഭൂമിയിലെ ഏറ്റവും അപകടകരമായ സ്ഥലങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 1986 ആണവ ദുരന്തം അവശേഷിപ്പിച്ച വിഷലിപ്തമായ ഒരു തരിശു ഭൂമിയാണിന്നത്. എന്നാൽ എല്ലാ സാധ്യതകൾക്കും വിരുദ്ധമായി അവിടെ ഇപ്പോഴും ജീവൻ നിലനിൽക്കുന്നു. മാത്രമല്ല അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഏറ്റവും അത്ഭുതകരമായി അതിജീവിച്ചവരിൽ ഉപേക്ഷിക്കപ്പെട്ട് പിന്നീട് തെരുവുകളിലും വനങ്ങളിലും അലഞ്ഞു തിരിയുന്ന കാട്ടുനായ്ക്കളും ഉൾപ്പെടുന്നു. ഈ നായ്ക്കളെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രജ്ഞർ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കണ്ടെത്തി. അവയുടെ DNA മറ്റിടങ്ങളിലെ അവയുടെ വർഗത്തേക്കാൾ വേഗത്തിൽ പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണവ വികിരണം ത്വരിതപ്പെടുത്തിയ പരിണാമ പ്രക്രിയയ്ക്ക് ഇന്ധനമാകുമോ? അതോ അതിൽ അപരിചിതമായ മറ്റെന്തെങ്കിലും ഉണ്ടോ? പുതിയൊരു ഇനത്തിൽപ്പെട്ട അതിജീവനത്തിന് ഒരു റേഡിയോ ആക്റ്റീവ് തൊട്ടിലാകുമോ? തുടങ്ങിയ നിരവധി ചോദ്യങ്ങളാണ് ഉണ്ടാകുന്നത്. ചെർണോബിൽ ആണവ റിയാക്ടർ സ്ഫോടനത്തിന് ശേഷം ആയിരക്കണക്കിന് താമസക്കാർ വീടുകൾ മാത്രമല്ല വളർത്തു മൃഗങ്ങളെയും ഉപേക്ഷിച്ച് പലായനം ചെയ്യാൻ നിർബന്ധിതരായി. പതിറ്റാണ്ടുകളായി ഈ ഉപേക്ഷിക്കപ്പെട്ട നായ്ക്കൾ ആണവ വികിരണത്തിൻ്റെ അങ്ങേയറ്റത്തെ റേഡിയോ ആക്ടിവിറ്റിയെ അതിജീവിച്ച് കാട്ടുകൂട്ടങ്ങളായി മാറി. ഉയർന്ന അളവിലുള്ള വികിരണം, കുറഞ്ഞ മനുഷ്യ ഇടപെടൽ, അപര്യാപ്തമായ വിഭവങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഈ മൃഗങ്ങൾ അവയുടെ ജനിതക ശാസ്ത്രത്തെ പുനർനിർമ്മിക്കുന്ന സവിശേഷ വെല്ലുവിളികളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. സൗത്ത് കരോലിന സർവകലാശാലയും നാഷണൽ ഹ്യൂമൻ ജീനോം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്ന് നടത്തിയ ഒരു വിപ്ലവകരമായ പഠനം CEZലും പരിസരത്തുമുള്ള 302 കാട്ടുനായ്ക്കളുടെ DNA വിശകലനം ചെയ്തു. ഒഴിവാക്കൽ മേഖലയ്ക്ക് പുറത്തുള്ളവയിൽ നിന്ന് ഈ നായ്ക്കളുടെ ജനിതക ഘടനയെ അഭൂതപൂർവമായ നിരക്കിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നതായി കണ്ടെത്തി. ജീനോമിക് വിദഗ്ധയായ എലൈൻ ഓസ്ട്രാൻഡർ പറയുന്നത് അവയുടെ ജീനുകളിലെ അസാധാരണമായ മ്യൂട്ടേഷനുകളിലായിരിക്കാം ജനിതകമായി അവയെ അതിന് പ്രാപ്തമാക്കിയത് എന്നാണ്. റേഡിയോ ആക്ടിവേഷൻ ജനിതക മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന് ശാസ്ത്രജ്ഞർക്ക് വളരെ കാലമായിട്ടറിയാം.
എന്നാൽ ചെർണോബിലിൽ സംഭവിക്കുന്നത് ലളിതമായ DNA കേടുപാടുകൾക്കും അപ്പുറമാണ്. ഉയർന്ന റേഡിയേഷൻ പ്രദേശങ്ങളിലെ നായ്ക്കൾ വ്യത്യസ്തമായ ജനിതക സവിശേഷതകൾ വികസിപ്പിച്ചെടുക്കുന്നു. ഇത് അവയെ ഏതാനും മൈലുകൾ അകലെയുള്ള സമപ്രായക്കാരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. ത്വരിതപ്പെടുത്തിയ ജനിതക വ്യതിയാനം വികിരണം ചെയ്യപ്പെടാത്ത ജനുസുകളേക്കാൾ വേഗത്തിൽ അവയുടെ DNA മാറുന്നു. സാധ്യമായ റേഡിയേഷൻ ലിങ്ക്ഡ് മ്യൂട്ടേഷനുകൾ കുറഞ്ഞ അളവിലുള്ള അയോണൈസിങ് റേഡിയേഷൻ അതിജീവനം വർദ്ധിപ്പിക്കുന്ന പൊരുത്തപ്പെടുത്തലുകളെ സ്വാധീനിക്കുന്നുണ്ടാകാം. ജനസംഖ്യാ പ്രാതിനിധ്യം കുറവായതിനാൽ ഉണ്ടാകുന്ന ഇൻബ്രീഡിംഗ് അവയുടെ ജീൻ എക്സ്പ്രഷനെ രൂപപ്പെടുത്തുന്നു. പാരിസ്ഥിതിക സമ്മർദ്ദങ്ങളോടുള്ള പ്രതിരോധം വർദ്ധിപ്പിച്ചതായി ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നു. മാറിയ പിഗ്മെൻറ്റേഷൻ, ജനിതക വൈവിധ്യം കുറയുന്നു. ചെർണോബിലിലെ കറുത്ത തവളകൾക്ക് സമാനമായ ചില ജീവികളിൽ ഇരുണ്ട രോമകുപ്പായങ്ങൾ വളർന്നു വരുന്നതായും ഇത് വികിരണത്തിനെതിരായ പ്രതിരോധമാകാൻ സാധ്യതയുണ്ട് തുടങ്ങിയവയാണ് ചെർണോബിലിൽ നിരീക്ഷിക്കപ്പെട്ട പ്രധാന ജനിതക മാറ്റങ്ങൾ. റേഡിയേഷൻ അതിൻ്റെ മാരകമായ ഫലങ്ങൾ കാരണം വളരെ കാലമായി മനുഷ്യരെ ഭയപ്പെടുത്തുന്നു. പക്ഷേ അത് പരിണാമം ത്വരിതപ്പെടുത്തലിൻ്റെ അപ്രതീക്ഷിത ചാലകമാകുമോ എന്നതാണ് പ്രധാന ചോദ്യം. നിയന്ത്രിത പരീക്ഷണങ്ങൾ കാണിക്കുന്നത് വികിരണനം ചെടികളിലും ബാക്ടീരിയകളിലും ഗുണകരമായ മ്യൂട്ടേഷനുകൾക്ക് കാരണമാകുന്നുണ്ടെന്നാണ്. ചെർണോബിലിലെ നായ്ക്കളുടെ കേസ് സൂചിപ്പിക്കുന്നത് സങ്കീർണമായ ഒരു സസ്തനി ജീവി വർഗത്തിനുള്ളിൽ സമാനമായ എന്തെങ്കിലും തത്സമയം സംഭവിക്കുന്നുണ്ടാകാം എന്നാണ്. ആണവ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട മിക്ക നായ്ക്കളിൽ നിന്നും വ്യത്യസ്തമായി ഈ നായ്ക്കൾ വികിരണം സഹിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവ അതിനോട് പൊരുത്തപ്പെടുന്നുമുണ്ടാകാം എന്നാണ് കണ്ടെത്തൽ. കുറഞ്ഞ അളവിലുള്ള വികിരണത്തിന് ദീർഘനേരം എക്സ്പോഷർ ചെയ്യുന്നത് ദ്രുത തെരഞ്ഞെടുപ്പിനെ നിർബന്ധിതമാക്കുമെന്നും ദുർബലമായ ജീനുകളെ ഇല്ലാതാക്കുമെന്നും അതിജീവനം വർദ്ധിപ്പിക്കുന്ന സ്വഭാവവിശേഷങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും ചില ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നു. റേഡിയേഷനെ അതിജീവിക്കാൻ സഹായിക്കുന്ന മ്യൂട്ടേഷനുകളുടെ ഫലമായിരിക്കാം അവയുടെ ജനിതക മാറ്റങ്ങൾ എന്ന് ഓസ്ട്രാൻഡർ വിശദീകരിക്കുന്നുമുണ്ട്. ഇത് ശരിയാണെന്ന് തെളിഞ്ഞാൽ ചെർണോബിൽ നായ്ക്കൾ വെറും മ്യൂട്ടൻ്റുകളായിരിക്കില്ല, ത്വരിതപ്പെടുത്തിയ പരിണാമ പാതയിലെ ആദ്യത്തെ നായ്ക്കളാകാം അവ. നായ്ക്കളേക്കാൾ കൂടുതൽ ഒരു വിശാലമായ പരിണാമ പ്രക്രിയ മാറ്റത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന മൃഗങ്ങൾ നായ്ക്കൾ മാത്രമല്ല, ദുരന്തബാധിത പ്രദേശത്തെ മറ്റു വന്യജീവികളും അസാധാരണമായ സ്വഭാവവിശേഷങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ചെർണോബിലിനടുത്തുള്ള മരത്തവളകൾ, സാധാരണയായി പച്ച നിറത്തിലുള്ളവ, ഇരുണ്ട പിഗ്മെൻറ്റേഷൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. മെലാനിൻ ഉൽപ്പാദനം വർദ്ധിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന വികിരണ പ്രതിരോധത്തിൻ്റെ ഒരു രൂപമായിരിക്കാം ഒരുപക്ഷെ അവ. ഈ മേഖലയിലെ പക്ഷികൾ ഉയർന്ന ആൻറ്റി ഓക്സിഡൻ്റ് അളവ് പ്രകടിപ്പിക്കുന്നതിനാൽ റേഡിയേഷൻ്റെ ദോഷകരമായ ഫലങ്ങളെ പ്രതിരോധിക്കാനുള്ള സാധ്യതയുമുണ്ട്. മാരകമാകേണ്ട റേഡിയേഷൻ അളവ് ഉണ്ടായിരുന്നിട്ടും എലികളും ചെന്നായ്ക്കളും പെരുകുന്നതായിട്ടാണ് കാണുന്നത്. വികിരണം പരിണാമത്തെ ത്വരിതപ്പെടുത്തുകയാണെങ്കിൽ ചെർണോബിൽ വെറുമൊരു നിർജീവ മേഖലയായിരിക്കില്ല. ഭൂമിയിലെ മറ്റെന്തിനേക്കാളും വ്യത്യസ്തമായി ഇത് പ്രകൃതി നിർദ്ധാരണത്തിനുള്ള ഒരു പരീക്ഷണ കേന്ദ്രമായിരിക്കാം. ജീവൻ എങ്ങനെയാണ് അങ്ങേയറ്റത്തെ പരിസ്ഥിതികളുമായി പൊരുത്തപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുള്ള സുപ്രധാന സൂചനകൾ ചെർണോബിൽ നായ്ക്കളുടെ DNA-യിൽ നിന്ന് ലഭിക്കാനാണ് സാധ്യത. ഭാവിയിലെ ചൊവ്വ ദൗത്യങ്ങളിൽ മനുഷ്യരിൽ കോസ്മിക് വികിരണത്തിൻ്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ബഹിരാകാശ ഏജൻസികൾ പര്യവേക്ഷണം ചെയ്യുന്നതിനാൽ ജീവികൾ റേഡിയേഷൻ എക്സ്പോഷറിനെ എങ്ങനെ നേരിടുന്നു എന്നറിയുന്നത് എക്കാലത്തേക്കാളും ഇന്ന് പ്രസക്തമാണ്. അതിജീവിക്കുന്നതിന് പകരം ഈ നായ്ക്കൾ പുതിയതായി മറ്റെന്തെങ്കിലും ആയിത്തീരുകയാണെങ്കിലോ, അതുമല്ലെങ്കിൽ റേഡിയേഷൻ അഡാപ്റ്റഡ് ബ്രീഡിൻ്റെയോ അല്ലെങ്കിൽ ഒരു പുതിയ ജീവി വർഗത്തിൻ്റെയോ ജനനത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇപ്പോൾ ചെർണോബിൽ നായ്ക്കൾ ഒരു പ്രഹേളികയായി തുടരുന്നു. പരിണാമം
പൊരുത്തപ്പെടുത്തൽ, അതിജീവനം എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ പുനർനിർമ്മിക്കാൻ കഴിയുന്ന ഒന്ന്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.